അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈസി ഖുർആൻ സ്റ്റഡി സെന്ററിലേക്ക് എല്ലാ സഹോദരങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നാം വിശുദ്ധ ഖുർആനിലെ 7-ാമത്തെ അധ്യായമായ അൽ അറാഫ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂറത്തുൽ അറാഫിലെ 118 ആയത്തുകളുടെ ആശയങ്ങൾ നാം ഗ്രഹിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് 119 മുതലുള്ള ആയത്തുകൾ ശ്രദ്ധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فغلبوا هنالك وانقلبوا صاغرين وألقي السحرة ساجدين قالوا آمنا برب العالمين رب موسى وهارون قال فرعون آمنتم به قبل أن آذن لكم إن هذا لمكر مكرتموه في المدينة لتخرجوا منها أهلها فسوف تعلمون لأقطعن أيديكم وأرجلكم من خلاف ثم لأصلبنكم أجمعين. നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് മൂസ അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട ചരിത്രമാണ്. മൂസ അലൈഹിസ്സലാം ഈജിപ്തിലെ ഏകാധിപതിയായ ഭരണാധികാരി ഫിർഔനിന്റെ മുമ്പിലേക്ക് സഹോദരൻ ഹാറൂൻ അലൈഹിസ്സലാമിനോടൊപ്പം പ്രബോധന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സമീപിച്ച പശ്ചാത്തലമാണ്. മൂസ അലൈഹിസ്സലാം ഫിർഔനിന്റെയും രാജസദസ്സിന്റെയും മുമ്പിൽ ദൈവികമായ ദൃഷ്ടാന്തങ്ങൾ പ്രകടിപ്പിച്ചു. ആ ദൃഷ്ടാന്തങ്ങൾ കണ്ട് ഫിർഔനും കൂട്ടരും അതിനെ തള്ളിപ്പറയാൻ വേണ്ടി ചില തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. അതിന്റെ ഭാഗമായിട്ട് ഇത് കേവലം ഒരു ജാലവിദ്യ മാത്രമാണ്, ഇതിലും നല്ല ജാലവിദ്യക്കാരെ ഞങ്ങളുടെ നാട്ടിലുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഒരു മത്സരം സംഘടിപ്പിച്ചു കളയാം എന്ന് പറഞ്ഞുകൊണ്ട് അതിന് വേദിയൊരുക്കുകയായിരുന്നു. അങ്ങനെ മൂസ അലൈഹിസ്സലാമും ജാലവിദ്യക്കാരും തമ്മിലുള്ള മത്സരം നടക്കുന്നു. ജാലവിദ്യക്കാര് പരാജയപ്പെട്ടു പോകുന്നു. ഒടുവിൽ നാം മനസ്സിലാക്കിയ ആയത്തുണ്ടല്ലോ 118, അവിടെ പറയുന്നുണ്ട് ഫവഖഅൽ ഹഖ്ഖു വബത്തല മാ കാനൂ യഅമലൂൻ എന്ന്. അങ്ങനെ സത്യം തെളിഞ്ഞു, അവർ ചെയ്തതൊക്കെയും പൊളിഞ്ഞു പോവുകയും ചെയ്തു എന്നാണ്. ഇനി തുടർന്ന് ഫഗുലിബു ഹുനാലിക വൻഖലബു സാഗിരീൻ. ഫഗുലിബു, ഗലബ എന്ന് പറഞ്ഞാൽ ജയിച്ചു എന്നാണ്. ഗുലിബ ജയിക്കപ്പെട്ടു, അഥവാ ഫിർഔനും കൂട്ടരും തോൽപ്പിക്കപ്പെട്ടു എന്നർത്ഥം. മൂസ അലൈഹിസ്സലാമിന് അല്ലാഹു തആല നൽകിയ മുഅ്ജിസത്തിനാൽ ഫിർഔനും കൂട്ടരും പരാജയപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ. ഫഗുലിബു ഹുനാലിക, അവിടെ വെച്ച്, ആ സദസ്സിൽ, മഹാസദസ്സിൽ വെച്ച്, ഒരുപക്ഷെ ആ വലിയ സ്റ്റേഡിയത്തിൽ വെച്ച് അവർ പരാജിതരായി. വൻഖലബു സാഗിരീൻ, അങ്ങനെ അവര് അപമാനിതരായിട്ട് മാറി എന്ന് അല്ലാഹു തആല എടുത്തു പറയുന്നു. ഇൻഖലബ, മടങ്ങി, മാറി, മറിഞ്ഞു എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. ഇവിടെ അവരുടെ പരിണതി, അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് പറയാണ്. സാഗിരീൻ, സഗീർ എന്ന അർത്ഥം ചെറുത് എന്നാണ്. ഇവിടെ സാഗിർ എന്ന് പറയുമ്പോൾ
അവർ നിന്ദ്യരായി അപമാനിതരായിട്ട് മാറി എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല അവരെ കുറിച്ച് പറയാണ്. വലിയ അധികാരവും സമ്പത്തും ഒക്കെ കൈവശമുണ്ടായിരുന്ന ഒരു ഭരണകൂടം മൂസ അലൈഹിസ്ലാം എന്ന പ്രവാചകന്റെ മുമ്പിൽ പരാജിതരായി പോകുന്ന രംഗമാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ വെളിപ്പെടുത്തുന്നത് എന്ന് കാണും. അതിനെ തുടർന്ന് വളരെ അത്ഭുതകരമായ ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. എന്താ സംഭവിച്ചത്? 120 സഹറത്തു സാജിദീൻ. അൽഖ യുൽഖി എന്ന് പറഞ്ഞാൽ ഇട്ടു എന്നാണ് അർത്ഥം. ഇവിടെ അൽഖ എന്ന് പറയുമ്പോൾ വീഴ്ത്തി എന്നുള്ള ആശയമാണ്. ഉൽഖിയ വീഴ്ത്തപ്പെട്ടു എന്ന് പറയാം. ഉൽഖിയ വീഴ്ത്തപ്പെട്ടു. അസ്സഹറത്തു സാഹിർ മാന്ത്രികൻ ആഭിചാരകൻ എന്നാണല്ലോ. അതിന്റെ ബഹുവചനമാണ് സഹറത്ത് എന്ന വാക്ക്. ഉൽഖിയ സഹറത്തു, ആ മാന്ത്രികന്മാരൊക്കെയും വീഴ്ത്തപ്പെട്ടു. സാജിദീൻ പ്രണാമം ചെയ്യുന്നവരായിട്ട് അഥവാ സുജൂദ് ചെയ്യുന്നവരായിട്ട് വീഴ്ത്തപ്പെട്ടു എന്നാണ് അള്ളാഹു പറയുന്നത്. എന്ന് പറഞ്ഞാല് അവർ കാര്യങ്ങൾ അവരുടെ നിയന്ത്രണത്തിൽ നിന്ന് പോയി. ഈ സംഭവം നേരിട്ട് അവർ കണ്ടല്ലോ. എന്താണ്? അവര് ഇത്രയും കാലം ജീവിതകാലം മുഴുവനും പരിശീലിച്ച് നേടിയ ജാലവിദ്യ, മാജിക്, അതുപയോഗിച്ച് കഴിയുന്നിടത്തോളം അവർ ചെയ്തു കഴിഞ്ഞു. അവരുടെ സാധനങ്ങൾ നിലത്തേക്ക് ഇട്ടപ്പോൾ അത് പാമ്പായിട്ട് പൊളയുന്നതായിട്ടൊക്കെ അവർക്ക് തോന്നി എന്നുള്ളതാണ്. പക്ഷെ മൂസ അലൈഹിസ്സലാം വടി നിലത്തിട്ടപ്പോ അത് ഗംഭീര സർപ്പമായിട്ട് മാറി. ഒന്നുകിൽ അവയെല്ലാം ആ സർപ്പം വിഴുങ്ങിക്കളഞ്ഞു, അതല്ലെങ്കിൽ അത് പോയിട്ട് തൊടുമ്പോൾ വടിയായിട്ട് നിശ്ചലമായി എന്നുള്ളതാണ്. ഇങ്ങനെ സംഭവിച്ചപ്പോ ജാലവിദ്യക്കാർക്ക് കാര്യം മനസ്സിലായി. എന്താണ്? മൂസ അലൈഹിസ്സലാം പ്രകടിപ്പിക്കുന്നത് ജാലവിദ്യയല്ല, മറിച്ച് ഇത് ദൈവികമായ അമാനുഷികമായ ഒരു കഴിവാണ് ഇവിടെ പ്രകടമായത്, അല്ലാതെ ഒരു മനുഷ്യ സാധ്യമായ പ്രവൃത്തി അല്ല ഇത് എന്നവർക്ക് മനസ്സിലായി എന്നുള്ളതാണ്. കാരണം അവർക്കത് മനസ്സിലാവുമല്ലോ. ഫിർഔനും കൂട്ടരും അതെങ്ങനെ തള്ളിപ്പറയാൻ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും ജാലവിദ്യക്കാർക്ക് സംഗതി മനസ്സിലാവും. കാരണം അവരുടെ ഈ പരിശീലനം കൊണ്ട് നേടിയെടുത്ത അറിവ്, അതിന് എത്രത്തോളം സാധ്യതയുണ്ട്, അതെവിടെയാണ് പരാജയപ്പെടുക എന്നൊക്കെ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു സന്ദർഭത്തില് പെട്ടെന്ന് അവർക്ക് ബോധ്യമാവുകയാണ് ഇതിന്റെ പിന്നില് ദൈവികമായ ഒരു ശക്തി ഉണ്ട്. പിന്നെ അവർക്ക് വേറെ ഒന്നും ആലോചിക്കാൻ പറ്റുന്നില്ല. അവർ നേരെ സുജൂദിലേക്ക് പോവാണ് ചെയ്തത്. അങ്ങനെ ചില സന്ദർഭങ്ങളുണ്ടല്ലോ, നമ്മൾ നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്നൊക്കെ എല്ലാം മറന്ന് പെട്ടെന്ന് മനുഷ്യൻ എന്തും ചെയ്തു പോകുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഒരു അവസ്ഥയിലാണ് അവരത് കൊണ്ടു ചെന്നെത്തിച്ചത്. ഒരു വൈദ്യുതി പ്രവാഹം പോലെ പെട്ടെന്ന് അവരുടെ മനസ്സിൽ വമ്പിച്ചൊരു മാറ്റം ഉണ്ടാകും. കാലു, അങ്ങനെ അവർ പ്രഖ്യാപിച്ചു, ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ബി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ തമ്പുരാനിൽ ഞങ്ങൾ ഇതാ വിശ്വസിച്ചിരിക്കുന്നു. ഒരു പ്രഖ്യാപനമാണ്. ആലോചിച്ച് നോക്കൂ, അതിനെത്ര ധൈര്യം വേണം അല്ലേ? എത്ര തൻ്റെ ഇടം വേണ്ട കാര്യമാണ് ആമന്ന ബി റബ്ബിൽ ആലമീൻ എന്ന് പ്രഖ്യാപിക്കാൻ. മൂസയുടെ ദൈവത്തിൽ എന്നല്ല, ഹാറൂനിന്റെ ദൈവത്തിൽ എന്നുമല്ല, ഫിർഔനിന്റെയും ഹാമാനിന്റെയും ഹാറൂനിന്റെയും അങ്ങനെ തുടങ്ങിയിട്ട് അന്ന് ലോകത്ത് നിലനിൽക്കുന്ന സകല ഏകാധിപതികളുടെയും സാക്ഷാൽ ഉടമസ്ഥനായ റബ്ബുൽ ആലമീനായ തമ്പുരാനിൽ ഞങ്ങൾ ഇതാ വിശ്വസിച്ചിരിക്കുന്നു. റബ്ബിൽ ആലമീൻ. ഇങ്ങനെ ഒരു പ്രഖ്യാപനമാണ് അവർ നടത്തിയത്. എന്നിട്ട് ചേർത്ത് പറയുന്നുണ്ട് റബ്ബി മൂസ വ ഹാറൂൻ, മൂസയുടെയും ഹാറൂനിന്റെയും റബ്ബില്. കാരണം അവരാണല്ലോ ഇപ്പൊ നിലവിൽ വിശ്വസിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പ്രപഞ്ചങ്ങളുടെ നാഥനാണ് അള്ളാഹു. എന്നാൽ ഇപ്പൊ ഈ രാജ്യത്ത് ഈജിപ്തിൽ അള്ളാഹുവിൽ വിശ്വസിച്ചവരായിട്ട് അവര് കാണുന്നത് മൂസ അലൈഹി ഇസ്ലാമിനെയും ഹാറൂൻ അലൈഹി ഇസ്ലാമിനെയാണ്. അതുകൊണ്ടാണ്
മൂസയുടെയും ഹാറൂനിന്റെയും നാഥനിൽ എന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പൊ വിശ്വാസം ഒരു മനുഷ്യനിൽ സൃഷ്ടിക്കുന്ന മാറ്റം വളരെ അത്ഭുതകരമായിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ശരിക്കും ഈ ജാലവിദ്യക്കാർ എന്തിനാ വന്നത്? അവര് ഉപജീവനത്തിന് വേണ്ടി വന്നതാണ്. അവരുടെ തൊഴിലാണ് ജാലവിദ്യ എന്ന് പറയുന്നത്. അവരത് കൃത്യമായിട്ട് ഫിറഔനിനോട് പറയുകയും ചെയ്തല്ലോ, ഇന്ന ലനാല അജ്റൻ ഇൻ കുന്നാ നഹ്നുൽ ഗാലിബീൻ എന്നോട് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ ജയിച്ചാല് തീർച്ചയായും ഞങ്ങൾക്ക് പാരിതോഷികം നൽകുമല്ലോ. 113 ആയത്തിൽ നമ്മൾ പഠിച്ചാൽ ഫിറഔൻ എന്താ മറുപടി പറഞ്ഞത്? ഇന്നക്കും ലമിനൽ മുഖർറബീൻ, നിങ്ങള് ഈ ഭരണകൂടത്തിന്റെ ഏറ്റവും വേണ്ടപ്പെട്ടവരായിട്ട് നിങ്ങളെ ഞങ്ങൾ ചേർത്ത് പിടിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ ഉപജീവനം തേടിയിട്ട് രാജസദസ്സിൽ മാജിക് അവതരിപ്പിച്ച് വിജയിക്കാം എന്ന നിലയ്ക്ക് വന്നതാണ് അവർ. പാരിതോഷികങ്ങളായിട്ട് തിരിച്ചു പോകാൻ വന്നതാണ്. പക്ഷെ ഇതേ സംഘം അവരുടെ മനസ്സിലേക്ക് നേരിട്ട് അവരുടെ അനുഭവത്തിൽ നിന്ന് ഈമാൻ വെളിപ്പെട്ടപ്പോ പെട്ടെന്ന് അവർ നിലപാട് മാറ്റി. അവര് ആ ക്രൂരനായ ഏകാധിപതിയായ ഭരണാധികാരിക്കും രാജസദസ്സിനും അവിടുത്തെ പട്ടാളത്തിനും അവിടുത്തെ ജനങ്ങൾക്കുമെല്ലാം മുമ്പിൽ വെച്ചാണ് അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തുകൊണ്ട് ഈമാൻ പ്രഖ്യാപിച്ചത്. ആമന്ന ബി റബ്ബിൽ ആലമീൻ റബ്ബി മൂസ വ ഹാറൂൻ. വല്ലാത്തൊരു പ്രഖ്യാപനമാണ് അത്, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പോ ഇസ്ലാമിന്റെ ആദ്യ ഖിബിലയായ ബൈത്തുൽ മഖ്ദിസിന്റെ മാർഗത്തിൽ പോരാടുന്ന ഒരു സംഘം, അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിലകൊള്ളുന്ന ഒരു സംഘമുണ്ട് ഗസയിൽ, ഫലസ്തീനിൽ. ആ സംഘം ഇന്ന് അങ്ങേയറ്റം പീഡിപ്പിക്കപ്പെട്ട് അവരെ പട്ടിണിക്കിട്ട് കൊന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കാണുന്നില്ലേ കോലങ്ങൾ കുഞ്ഞുങ്ങളുടെ? പക്ഷേ അതിൻ്റെ ചുറ്റിലുമുള്ള ഒരുപാട് രാജ്യങ്ങൾ, സുഭിക്ഷമായി കഴിയുന്ന അറബ് രാജ്യങ്ങൾ ആരും മിണ്ടുന്നില്ല. അരുത് എന്ന ഒരു ചൂണ്ടുവിരൽ ചൂണ്ടിപ്പിടിക്കാൻ പോലും ആർക്കും കഴിയുന്നില്ലല്ലോ. എല്ലാവരും മൗനമായിട്ട് അനുവാദം കൊടുത്തിരിക്കുക. അതൊന്ന് തീർന്നു കിട്ടിയാല് നമുക്ക് സ്വസ്ഥമായിട്ട് സുഖമായിട്ട് ജീവിക്കാമല്ലോ എന്ന നിലയ്ക്ക് അവരൊക്കെ കാത്തിരിക്കാൻ. ആലോചിച്ച് നോക്ക്, എന്തൊരു ഗതികേടാണ്. ഈ ജാലവിദ്യക്കാരുടെ മനസ്സിലെ ഈമാൻ പോലും മുസ്ലിം ഉമ്മത്തിന് ഇല്ലാതെ പോയല്ലോ ഈ പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തില്, അല്ലെ? എല്ലാ രാജ്യത്തു നിന്നും കുറച്ചു പേര് ഒന്നിച്ച് അതിർത്തിയിലേക്ക് ചെന്ന് നിർത്തണം എന്ന് പറഞ്ഞാൽ ഇത് അവസാനിക്കൂലേ? തീർച്ചയായിട്ടും അവസാനിക്കും. ഒരുപാട് രാജ്യങ്ങളും സംവിധാനങ്ങളൊക്കെ ഇല്ലേ? എന്നിട്ട് എന്താ കഴിയാത്തത്? ഈ ഒരു ഈമാനികമായ കരുത്ത് പ്രതിസന്ധി ഘട്ടത്തിൽ സത്യം ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ എന്ത് വന്നാലും കുഴപ്പമില്ല, ഞാൻ സത്യത്തിന്റെ വഴിയിൽ ഉറച്ചു നിൽക്കും എന്നുള്ള ദൃഢമായ ബോധ്യമാണ് ഈ സാഹിറുകളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചത്. ജാലവിദ്യക്കാരെ കൊണ്ട് പ്രഖ്യാപിക്കുവാൻ അവർക്ക് കരുത്ത് നൽകിയത് ഈ ഈമാനാണ്. ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് ഈമാൻ പുറത്തു ചാടുന്നത്. നിസ്കരിക്കാനും നോമ്പെടുക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, നമുക്കതിനൊന്നും തടസ്സങ്ങൾ ഇപ്പോൾ വന്നിട്ടില്ല. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള ചില പ്രതിസന്ധികൾ വരുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുവാൻ, നിലപാട് പ്രഖ്യാപിക്കേണ്ട ഘട്ടത്തിൽ പ്രഖ്യാപിക്കാനുള്ള ആത്മധൈര്യം ഉണ്ടാവണം. അവിടെയാണ് ഈമാൻ ചോദ്യം ചെയ്യപ്പെടുന്നത്, അല്ലെ? സൂറത്തുൽ കഹ്ഫില് അസ്ഹാബുൽ കഹ്ഫ് ഉണ്ടല്ലോ, ആ ഗുഹാവാസികളായ ഒരു സംഘം യുവാക്കൾ, ഇതേപോലെ അവര് പ്രഖ്യാപിക്കുന്നുണ്ട്, ഇത് ഖാമു ഫഖാലു റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്, അല്ലേ? അവര് എഴുന്നേറ്റ് നിന്നു, എന്നിട്ട് പ്രഖ്യാപിച്ചു, ആകാശഭൂമികളുടെ നാഥനാണ് ഞങ്ങളുടെ നാഥൻ എന്ന് പ്രഖ്യാപിച്ചു. ഇതേപോലൊരു ചരിത്രത്തിലെ അതുല്യമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അങ്ങനെ ഈ ജാലവിദ്യക്കാര് അവരുടെ വിശ്വാസം പ്രഖ്യാപിച്ചു. ആമന്ന ബി റബ്ബിൽ ആലമീൻ റബ്ബി മൂസ വ ഹാറൂൻ. ഇങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോ അത് ഭരണാധികാരിയായ ഫിർഔനിന്റെ രാജസദസ്സിനും അനുയായികൾക്കും ഒക്കെ വലിയ അപമാനമാണല്ലോ.
കാരണം തങ്ങൾ ക്ഷണിച്ചു വരുത്തിയ, തങ്ങളുടെ പക്ഷത്ത് നിൽക്കാൻ വേണ്ടിയിട്ട്, ഈ മത്സരത്തിൽ തങ്ങളെ ജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചു വരുത്തിയ ജാലവിദ്യക്കാരാണ് ഇങ്ങനെ മറുകണ്ഠം ചാടിയിരിക്കുന്നത്. ഉടനെ ഫിർഔനിന്റെ ചോദ്യം എന്താണ്? ഖാല ഫിർഔൻ ആമൻതും ബിഹി ഖബ്ല അൻ ആദന ലക്കും. ഫിർഔൻ പറയാണ്, ഫിർഔൻ ചോദിക്കാണ്, ആമന്തും നിങ്ങൾ വിശ്വസിച്ചു. അവിടെ ഒരു ആ കൂടി ഉണ്ടെന്നാണ് ചോദ്യത്തിന്റെ. ആ ആമന്തും നിങ്ങൾ വിശ്വസിച്ചുവോ? ബിഹി അവനിൽ വിശ്വസിച്ചുവോ? ആമന്തും ബിഹി നിങ്ങൾ അവനിൽ വിശ്വസിച്ചുവെന്നോ? അഥവാ മൂസയിൽ അല്ലെങ്കിൽ അള്ളാഹുവിൽ വിശ്വസിച്ചുവെന്നോ? ഖബ്ല അൻ ആദന ലക്കും, ഖബ്ല മുമ്പ്, അൻ ആദന അനുവാദം നൽകുന്നതിന്റെ മുമ്പ്, ലക്കും നിങ്ങൾക്ക് ഞാൻ അനുവാദം നൽകുന്നതിന്റെ മുമ്പ്. അതിനയതനു അനുവാദം നൽകി, അഹ്ദനു ഞാൻ അനുവാദം നൽകി. അവിടെയും ഒരു ആ കൂടെ ഉണ്ട്. അതാണ് ഹംസ് ചേർത്ത് അലിഫ് ചേർത്തിട്ട് നീട്ടി വായിക്കുന്നത്. അഹ്ദന എന്നാണ്. അഹ്ദന എന്ന് പറയാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് ആദനയായിട്ടാണ് ചേർത്ത് പറയുന്നത്. ആമൻതും ബിഹി ഖബ്ല അൻ ആദന ലക്കും, ഞാൻ നിങ്ങൾക്ക് അനുവാദം നൽകുന്നതിന്റെ മുമ്പ് നിങ്ങൾ അവനിൽ അഥവാ റബ്ബുൽ ആലമീനിൽ അള്ളാഹുവിൽ വിശ്വസിച്ചു കളഞ്ഞോ എന്നാണ് ചോദ്യം. എന്നിട്ട് പെട്ടെന്ന്, രാഷ്ട്രീയക്കാരനാണല്ലോ, തന്ത്രശാലിയാണ് അല്ലെ, അതുകൊണ്ട് തന്റെ ഭരണം നിലനിർത്തുവാൻ വേണ്ടി, അധികാരം നിലനിർത്തുവാൻ വേണ്ടി എന്ത് തന്ത്രവും അയാൾ പ്രയോഗിക്കും. ഉടനെ വിഷയത്തെ തന്നെ മാറ്റിമറിക്കാൻ ശ്രമിക്കാൻ, ഇന്ന ഹാദാ ലമക്റുൻ മക്കർതുമൂഹു ഫിൽ മദീന. ഇന്ന ഹാദാ തീർച്ചയായും ഇത്, ലമക്റുൻ ഒരു ഗൂഢാലോചനയാണ്, ഒരു തന്ത്രമാണ്. മക്കർതുമൂഹ് നിങ്ങൾ ആ കുതന്ത്രം ചെയ്തിരിക്കുന്നു. മക്കർതുമൂഹു ഫിൽ മദീന ഈ ആസ്ഥാന നഗരിയിൽ വന്നിട്ട്, ഈ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ വന്നിട്ട് നിങ്ങൾ ഒരു കുതന്ത്രം കാണിച്ചിരിക്കാൻ. അതുകൊണ്ട് എന്തിനാണ്? ലിതുഖ്രിജു നിങ്ങൾക്ക് പുറത്താക്കാൻ വേണ്ടിയാണ്, മിൻഹ ഈ രാജ്യത്ത് നിന്ന്, അഹ്ലഹ ഈ നാട്ടുകാരെ പുറത്താക്കാൻ വേണ്ടിയുള്ള ഒരു ഗൂഢാലോചനയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. അതിനാൽ ഫസൗഫ തഅലമൂൻ അതിന്റെ ഫലം നിങ്ങൾ ഇതാ അറിയാൻ പോകുന്നു എന്ന് ഫിർഔൻ ആ സദസ്സിൽ വെച്ച് തന്നെ വമ്പിച്ച ഒരു ഭീഷണി പ്രഖ്യാപനം നടത്തി. ആദ്യം ഒരു ചോദ്യം ചോദിച്ചു അല്ലെ, ആമന്തും ബിഹി ഖബ്ല അൻ ആദന ലക്കും, ഞാൻ അനുവാദം നൽകുന്നതിന്റെ മുമ്പ് നിങ്ങൾ വിശ്വസിച്ചു കളഞ്ഞു. എന്താ അങ്ങനെ പറഞ്ഞത്? ഞാനല്ലേ നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് വന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം ചെയ്യരുത് എന്നൊക്കെ ഞാനാണല്ലോ നിങ്ങളോട് പറയേണ്ടത്. അപ്പൊ ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങളെങ്ങനെ തീരുമാനം എടുക്കും? ഈ രാജ്യത്തിന്റെ പരമാധികാരി ഞാനാണ്. ഇതെല്ലാം നിങ്ങൾ അവഗണിച്ച് എന്നെ അപമാനിച്ചിരിക്കുകയാണല്ലോ എന്നാണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം. എന്ന് പറഞ്ഞാൽ വിശ്വാസ സ്വാതന്ത്ര്യം എന്നത് എൻ്റെ പക്കലുള്ള കാര്യമാണ്, എൻ്റെ അധികാരത്തിൽപ്പെട്ടതാണ്. ആര് എന്തിൽ വിശ്വസിക്കണം ഞാനാണ് തീരുമാനിക്കുക. അഭിപ്രായ സ്വാതന്ത്ര്യം, നീ എന്ത് പറയണം പറയരുത്, അത് ഞാനാണ് തീരുമാനിക്കുക. ആരാധനാ സ്വാതന്ത്ര്യം, ഇതൊക്കെ ഞാൻ തീരുമാനിച്ചോളും എന്നാണ് മൂപ്പര് പറയുന്നത്. ആലോചിച്ച് നോക്കൂ, മനുഷ്യന്റെ മൗലികാവകാശങ്ങളിൽപ്പെട്ടതാണ് ഈ കാര്യങ്ങളൊക്കെയും അല്ലെ. പക്ഷെ നമ്മൾ ഇന്ന് നമ്മുടെ സാഹചര്യം വെച്ച് ചിന്തിക്കുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് കാണുന്നത്. ഒരു പ്രത്യേക വിശ്വാസം സ്വീകരിച്ച ആളുകൾ രാജ്യത്ത് മാറ്റി നിർത്തപ്പെടുന്നു, ആക്രമിക്കപ്പെടുന്നു, ആൾക്കൂട്ട ആക്രമണത്തിന്, കൊലപാതകത്തിന് വിധേയരാക്കപ്പെടുന്നു, അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു. എന്താ കാരണം? ഞങ്ങൾ പറയുന്നതിലാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്, അല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വന്തമായ വിശ്വാസ രീതികളൊന്നും ഇവിടെ പറ്റില്ല. അത് തന്നെയാണ് നമ്മളും ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ആമന്തും ഖബ്ല അൻ ആദന ലക്കും എന്നാണ് ചോദ്യം. എന്നിട്ട് പെട്ടെന്നൊരു കൗശലം പ്രയോഗിക്കുന്നത് കണ്ട, ഇന്ന ഹാദാ ലമക്റും മകർതുമൂഹു ഫിൽ മദീന, ഇത് നിങ്ങൾ
ഈ തലസ്ഥാന നഗരിയില് സംഘടിപ്പിച്ച ഒരു ഗൂഢാലോചനയാണ്. ലിതുഖ്രിജു മിൻഹ അഹ്ലഹ, ഈ നാട്ടുകാരെ, ഈ രാജ്യത്തിന്റെ അവകാശികളെ ഇവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ ഗൂഢാലോചന ചെയ്തത്. അപ്പൊ ഫിർഔൻ എന്താ ഉദ്ദേശിക്കുന്നതെന്നറിയോ? മൂസ അലൈഹി ഇസ്ലാമാണല്ലോ ഒരു പക്ഷത്തുള്ളത്, മറുവശത്ത് ജാലവിദ്യക്കാരാണ്. ഇപ്പൊ ജാലവിദ്യക്കാര് മൂസ അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ചിരിക്കുകയാണ്. തങ്ങളുടെ എതിർ ടീമിൽപ്പെട്ട ആളിന് വിശ്വാസം പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പൊ ഫിർഔൻ പറയാണ്, ഓ, നിങ്ങൾ രണ്ടു കൂട്ടരും ഒന്നാണല്ലേ, നിങ്ങൾ മൂസ അലൈഹി ഇസ്ലാമിന്റെ ടീമിന്റെ ബി ടീം കളിക്കാൻ വന്നതാണല്ലേ. നമ്മുടെ ക്രിക്കറ്റിലും ഫുട്ബോളിലും ഒക്കെ ഉണ്ടല്ലോ, ഒത്തുകളി നടക്കാറില്ലേ? ഒത്തുകളി നടക്കാം, സ്വയം തോറ്റു കൊടുക്കാൻ തീരുമാനിക്കാം, എന്നിട്ട് മറ്റേയാളെ ജയിപ്പിക്കാം, അങ്ങനെ രണ്ടു കൂട്ടർക്കും സമ്മാനങ്ങളും പാരിതോഷികങ്ങളും കിട്ടാം എന്ന പോലെയുള്ള ഒത്തുകളിക്ക് വേണ്ടി വന്നതാണോ നിങ്ങൾ എന്നാണ് ഫിർഔൻ പറയുന്നത്. ഇന്ന ഹാദാ ലമക്റും മകർതുഹുമൂഹു ഫിൽ മദീന, നിങ്ങൾ ഈ തലസ്ഥാന നഗരിയില് ഇവിടെ അക്രമം നടത്താൻ വേണ്ടിയിട്ട്, ഈ രാജ്യത്തിന്റെ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമാണ്. കണ്ടോ, ഈ രാജ്യനിവാസികളെ ഇവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട്. പാവം ജാലവിദ്യക്കാരെന്തിനാ വന്നത്? അവർ നേരത്തെ പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തരൂലേ ഞങ്ങൾ ജയിച്ചാല്, ഇത്രേ അവർക്ക് ലക്ഷ്യമുണ്ടായിരുന്നു. പക്ഷെ അവരെയാണ് ഫിർഔൻ ഈ രാജ്യത്ത് അട്ടിമറിക്കാൻ വന്നവരായിട്ട് പ്രഖ്യാപിക്കുന്നത്. മറുവശത്ത് മൂസ അലൈഹി ഇസ്ലാമാണ്. മൂസ അലൈഹി ഇസ്ലാം ആണെങ്കിൽ കയ്യിലൊരു വടിയേ ഉള്ളൂ. അതൊരു പ്രവാചകനാണ്, സത്യപ്രവാചകനാണ്, മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാൻ വന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പിന്നില് ഒരു സാമ്രാജ്യമോ അധികാരമോ സൈന്യമോ ഒന്നുമില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഇങ്ങനെയാണ് പ്രഖ്യാപിക്കുക. നമ്മുടെ നാട്ടിലും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പോലെ ഭീകരവാദി, തീവ്രവാദി എന്ന് പറഞ്ഞ് ബോധപൂർവം അകറ്റി നിർത്തുന്ന, തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു തന്ത്രം രാഷ്ട്രീയക്കാർ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റും. ഇതേ ശൈലിയാണ് ഫിർഔൻ സ്വീകരിച്ചത്. അപ്പൊ അന്നും ഇന്നും അധികാരി വർഗം, അധികാരം കൊതിക്കുന്നവര് ഒരേ തന്ത്രങ്ങൾ തന്നെയാണ് പ്രയോഗിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കുക. ഒടുവില് ഒരു ഭീഷണിയും പിന്നീട് നിങ്ങൾ അറിഞ്ഞോളൂ. എന്നിട്ട് അവിടെ വെച്ച് തന്നെ ഫിർഔൻ ഇവർക്കുള്ള ശിക്ഷ പ്രഖ്യാപിക്കുന്നുണ്ട്. എന്താണ് ശിക്ഷ? ലഉഖത്തിഅന്ന ഐദിയക്കും വഅർജുലക്കും മിൻ ഖിലാഫ് ثم ലഉസല്ലിബന്നക്കും അജ്മഈൻ. ഖത്തഅ യഖ്തഉ, മുറിച്ചു എന്നാണ്. ഖത്തഅ എന്ന് പറഞ്ഞാൽ തുണ്ടം തുണ്ടമാക്കിയിട്ട് വെട്ടിമുറിച്ചു. ആ ത്വാഇന് ശബ്ദമുണ്ട്. ആ ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ തീവ്രത ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. വളരെ ശക്തമായിട്ട് വെട്ടിമുറിച്ചു കളയും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ലഉഖത്തിഅന്ന, തീർച്ചയായും, ഉഖത്തിഉ, ഞാൻ വെട്ടിമുറിക്കും. വീണ്ടും നൂന് കൂടി ചേരുമ്പോൾ വളരെ ശക്തമായിട്ടാണ് ആ പറയുന്നത് എന്ന് മനസ്സിലാക്കണം. ലഉഖത്തിഅന്ന ഐദിയക്കും വഅർജുലക്കും, നിങ്ങളുടെ കാലുകളും വെട്ടിമുറിക്കും. ഐദി, യദുൻ എന്നതിന്റെ ബഹുവചനാണല്ലോ ഐദി. അതുപോലെ റിജിൽ എന്നതിന്റെ ബഹുവചനാണ് അർജുൽ, കാലുകൾ. ഐദിയക്കും അർജുലക്കും, കൈകാലുകൾ വെട്ടിമുറിക്കും. മിൻ ഖിലാഫ്, എങ്ങനെ വെട്ടിമുറിക്കാം? വിപരീത ദിശയിൽ നിന്നാണ് വെട്ടിമുറിക്കുക, എതിർ ദിശയിൽ നിന്ന്. ഇപ്പൊ വലത്തെ കൈയാണ് മുറിച്ചതെങ്കിലും ഇടത്തെ കാലാണ് മുറിക്കുക. ഇടത്തെ കൈയാണ് മുറിച്ചതെങ്കിൽ വലത്തെ കാല് മുറിക്കും. ഒരു വിധത്തിലും എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത വിധത്തില് നിങ്ങളെ അംഗവിച്ഛേദം ചെയ്യും എന്നാണ് പറഞ്ഞത്. ചിത്രവധം എന്ന് പറയാറില്ലേ? ഒരു മനുഷ്യന്റെ ശരീരത്തെ വെട്ടി നുറുക്കിയിട്ട് അലങ്കോലമാക്കി മാറ്റുന്ന അവസ്ഥയാണ്. ആ നിലക്ക് വെട്ടിമുറിച്ചു കളയും എന്നാണ് പറഞ്ഞത്. എന്നിട്ട് എന്ത് ചെയ്യും? ലഉസല്ലിബന്നക്കും അജ്മഈൻ. സല്ലബ യുസല്ലിബു, കുരിശിലേറ്റുക എന്നാണ്. സലീബിയൂൻ എന്ന് പറയും, കുരിശിന്റെ ആളുകൾ, ക്രൈസ്തവർ എന്നുള്ള അർത്ഥത്തിൽ ആ വാക്ക് ഉപയോഗിക്കും. സുൽബ്, മുതുകൻ.
അപ്പൊ ഈ കുരിശിലേറ്റുമ്പോൾ ആണി അടിക്കുന്നത് ഒന്ന് നെഞ്ചിലൂടെ, മുതുകിലൂടെ കുരിശിലേക്ക് ചേർത്തുകൊണ്ടാണ്. പിന്നെ കൈയും കാലും ഒക്കെ വെച്ചിട്ടാണല്ലോ അടിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സ്വല്ലബ എന്ന വാക്കതിന് വന്നിരിക്കുന്നത്. സുമ്മല ഉസല്ലിബന്നക്കും, അങ്ങനെ എല്ലാ കുരിശിലേറ്റും നിങ്ങൾ ഞാൻ, അജ്മഈൻ സകലരെയും കുരിശിലേറ്റും. അഥവാ ജാലവിദ്യക്കാര് ഒരുപാട് മനുഷ്യന്മാർ വന്നിട്ടുണ്ട് അവിടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു 60,000 അതിലേറെയോ എന്നൊക്കെയാണ് പറയുന്നത്. അതേസമയം ഇങ്ങനെ അള്ളാഹുവിൽ വിശ്വാസം പ്രഖ്യാപിച്ച സകലരെയുമാണ് ഇവിടെ കൊന്നുകളയും, അല്ലെങ്കിൽ അവരെ ഇല്ലാതെയാക്കും, കുരിശിലേറ്റും എന്ന് ഫിർഔൻ പ്രഖ്യാപിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഇങ്ങനെയൊക്കെ ഫിർഔനിന്റെ ഭാഗത്ത് നിന്ന്, ഒരു ഭരണാധികാരിയുടെ ഭാഗത്ത് നിന്ന് ശക്തമായ ഭീഷണികൾ ഉണ്ടായപ്പോൾ അവരുടെ മറുപടി എന്താണ്? അയ്യോ അങ്ങന്നേ, ഞങ്ങളെ കാക്കണേ, അറിയാതെ പറഞ്ഞു പോയതാണ്, പെട്ടെന്നൊരു ആവേശത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചതാണ് എന്ന് പറഞ്ഞ ഒരു മാപ്പ് പറഞ്ഞു? ഒരിക്കലുമില്ല. 125-ാമത്തെ ആയത്ത് ശ്രദ്ധിക്കാം. ഖാലു ഇന്ന ഇലാ റബ്ബിന മുൻഖലിബൂൻ. അവരുടെ പ്രഖ്യാപനാണ്. ഇന്ന നിശ്ചയം ഞങ്ങൾ, ഇലാ റബ്ബിന ഞങ്ങളുടെ നാഥങ്കലേക്ക്, മുൻഖലിബൂൻ മടങ്ങേണ്ടവർ തന്നെയാണല്ലോ. ഇൻഖലബ യൻഖലിബു മടങ്ങി, നേരത്തെ വന്നു. ഇന്ന ഇലൈഹി റാജിഊൻ എന്ന് പറയുന്ന പോലെ ഞങ്ങൾ അവനിലേക്ക് മടങ്ങുന്നവരാണ്. ഇന്ന ഇലാ റബ്ബിന മുൻഖലിബൂൻ, തീർച്ചയായും ഞങ്ങൾ ഞങ്ങളുടെ നാഥങ്കലേക്ക് മടങ്ങേണ്ടവർ തന്നെയാണല്ലോ എന്ന് പറയാം. എന്ന് പറഞ്ഞാല് ഫിർഔൻ താങ്കൾ പ്രഖ്യാപിച്ചോളൂ, ഞങ്ങളെ കൈകാലുകൾ ഛേദിച്ച് വിപരീത ദിശയിൽ നിന്ന് വെട്ടി നോക്കി ഞങ്ങളുടെ രൂപങ്ങൾ താങ്കൾ ഒരു കുരിശിൽ നാട്ടി വെച്ചോളൂ, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. കാരണം എന്താണ്? ഏതായാലും മരിക്കേണ്ടതല്ലേ, ഏതായാലും മരിക്കേണ്ടതല്ലേ. ഇനി താങ്കളുടെ കൈകൊണ്ടാണെങ്കിൽ, സത്യവിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിലാണെങ്കിൽ അത് ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. എത്ര പെട്ടെന്നല്ലേ ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് ഈമാൻ പ്രവേശിക്കുമ്പോൾ അയാളുടെ നിലപാടുകൾ മാറി മറിയുന്നത് നോക്കും. അത്ഭുതം തോന്നില്ലേ? ഇത് ശരിക്കും ഇവര് ഇങ്ങനെ പ്രഖ്യാപിക്കുന്നത് തന്നെയാണോ എന്ന് നമുക്ക് വിശ്വസിക്കാൻ തോന്നില്ല. കാരണം അവര് നമ്മളെ പോലെ ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും ചൊല്ലി പഠിച്ചവരല്ല. നമ്മളെ പോലെ ഇങ്ങനെ വേദഗ്രന്ഥം പഠിച്ചവരല്ല, അല്ലേ? പരമ്പരാഗത ശൈലിയില് ബഹുദൈവ വിശ്വാസവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നവരാണ്. പക്ഷെ ഒരു സത്യം ബോധ്യപ്പെടുന്ന നിമിഷത്തില് അതിനെ അംഗീകരിച്ച് പ്രഖ്യാപിക്കാനുള്ള സന്നദ്ധത എന്നത് അപാരമായ ഒരു അനുഗ്രഹമാണ്. അതാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. അത് മനുഷ്യന് വലിയ മാറ്റം ഉണ്ടാക്കും. നമ്മൾ സാങ്കേതികമായിട്ട് അയാൾക്ക് നിസ്കരിക്കാൻ അറിയില്ല, അയാൾക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, ഇസ്ലാമികമായിട്ട് വിവരമില്ല എന്നൊക്കെ വെച്ചുകൊണ്ടാണ് പലരെയും നമ്മൾ വിലയിരുത്തും, അല്ലെ? കാരണം നമ്മൾ പാരമ്പര്യ മുസ്ലിങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ശീലങ്ങളാണ് നമ്മിലുള്ളത്. പക്ഷെ പലപ്പോഴും ഇങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആർജവത്തോടെ രംഗത്ത് വരാൻ കഴിയാതെ നമ്മൾ അവസരവാദത്തിലേക്ക് ചുരുണ്ടുകൂടും. പൊതുവെ കാണുന്ന ഒരു അവസ്ഥയാണിത്. ഇസ്ലാമിലേക്ക് പൊതുവായിട്ട് കടന്നു വരുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ആവേശം ഉണ്ടല്ലോ, ആ ഒരു ആവേശം പാരമ്പര്യ മുസ്ലിങ്ങളില് അങ്ങനെ പ്രകടമാകുന്നത് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഏതായാലും ഇവിടെ ഇവര് ആർജവത്തോടുകൂടി പ്രഖ്യാപനം നടത്തി. ഇന്ന ഇലാ റബ്ബിന മുൻഖലിബൂൻ, ഞങ്ങൾ ഏതായാലും റബ്ബിലേക്ക് മടങ്ങുന്നവരാണ്. അത് നിന്റെ കൈകൊണ്ടാണെങ്കിൽ അങ്ങനെ ആവട്ടെ എന്നർത്ഥം, അല്ലേ? അപ്പൊ ആദ്യം എന്താ പ്രഖ്യാപിച്ചത്? ആമന്ന ബി റബ്ബിൽ ആലമീൻ. അതിൽ തൗഹീദാണ്, ഏകദൈവത്വത്തിന്റെ പ്രഖ്യാപനം. ഇവിടെ ഞങ്ങൾ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാണെന്ന് പറയുമ്പോൾ പരലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രഖ്യാപനമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ട് ഒരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. വമാ തൻഖിമു മിന്നാ ഇല്ലാ അൻ ആമന്നാ ബിആയാതി റബ്ബിനാ ലമ്മാ ജാഅത്നാ എന്നാണ് പറഞ്ഞത്. വമാ തൻഖിമു മിന്നാ, നഖമ മിൻ എന്ന് പറഞ്ഞാൽ കുറ്റം ചുമത്തി, കുറ്റം ആരോപിച്ചു. വമാ നഖമു മിൻഹും, സൂറത്തുൽ ബുറൂജിലുണ്ടല്ലോ, അതേ പ്രയോഗം തന്നെയാണ്. നഖമ യൻഖിമു, തൻഖിമു
വമാ തൻഖിമു, നീ അല്ലെങ്കിൽ അങ്ങ് കുറ്റം ചുമത്തുന്നില്ല, കുറ്റം ആരോപിക്കുന്നില്ല. വമാ തൻഖിമു മിന്ന, ഞങ്ങളോട്, ഞങ്ങളുടെ മേൽ താങ്കൾ കുറ്റം ആരോപിക്കുന്നില്ല. ഇല്ല അൻ ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചു എന്നതല്ലാതെ. അല്ലേ? അതാണല്ലോ ഞങ്ങൾ ചെയ്ത കുറ്റം. എന്തിനാ വിശ്വസിച്ചത്? ബി ആയാത്തി റബ്ബിന, ഞങ്ങളുടെ നാഥന്റെ ദൃഷ്ടാന്തങ്ങളിൽ ഞങ്ങൾ വിശ്വസിച്ചു. ഇതല്ലാതെ വേറൊരു കുറ്റവും താങ്കൾക്ക് ഞങ്ങളുടെ മേൽ ആരോപിക്കാനില്ലല്ലോ. എപ്പോഴാണ് ഞങ്ങൾ വിശ്വസിച്ചത്? ലമ്മ ജാഅത്ന, അത് ആ ദൃഷ്ടാന്തം ഞങ്ങളുടെ കൺമുമ്പിൽ വന്നപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചു പോയതാണ്. ഞങ്ങളത് തേടിപ്പോയത് പോലുമല്ല. ഞങ്ങളും താങ്കളെ പോലെ പാരമ്പര്യമായിട്ട് ചില ഗോത്ര ദൈവങ്ങളിലൊക്കെ വിശ്വസിച്ച് ജീവിച്ചിരുന്നവരാണ്. ഞങ്ങൾ താങ്കളുടെ മുമ്പിൽ വന്നത് തന്നെ വെറും ജീവിക്കാനുള്ള അന്നം തേടി വന്നതാണ്. ഞങ്ങൾക്കറിയുന്ന ജോലി ചാലവിദ്യയാണ്. പക്ഷെ ഞങ്ങളുടെ മുമ്പിൽ ഇപ്പോ ഈ സത്യം പ്രകടമായിരിക്കുന്നു. ലമ്മ ജാഅത്ന, ഈ സത്യം, ഇതിന്റെ പിന്നില് സാക്ഷാൽ ഉടയ തമ്പുരാനാണ്, സൃഷ്ടികർത്താവാണ് എന്നുള്ള സത്യം ഞങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ആണ് ഞങ്ങൾ വിശ്വസിച്ചത്. അത് ഞങ്ങൾ ചെയ്ത തെറ്റാണ്, അതിന് യാതൊരു സംശയമില്ല. അതാണ് അവർ ഏറ്റു പറയുന്നത്. വമാ തൻഖിമു മിന്ന, നീ ഞങ്ങളിൽ ഒരു കുറ്റവും ആരോപിച്ചിട്ടില്ല. ഇല്ലാ അൻ ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചു എന്നതല്ലാതെ. ബി ആയാത്തി റബ്ബിന, ഞങ്ങളുടെ റബ്ബായ നാഥന്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിച്ചു എന്നതല്ലാതെ. ലമ്മ ജാഅത്ന, അത് ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നപ്പോൾ ഞങ്ങളത് വിശ്വസിച്ചു എന്നത് ശരിയാണ്. ഇതാണ് അവർ പറയുന്നത്. അപ്പൊ അതാണ് ഞങ്ങൾ ചെയ്ത കുറ്റമെങ്കിൽ നിനക്ക് ഞങ്ങളെ ശിക്ഷിക്കാം എന്ന് പറയാണ്. വേറെ തെറ്റൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അതിന്റെ ഉദ്ദേശം എന്താണ്? ഇത് ഒരു മനുഷ്യന്റെ മൗലികാവകാശമല്ലേ? ഞാൻ എന്തിൽ വിശ്വസിക്കണം, വിശ്വസിക്കരുത്, ഇത് ഒരു മനുഷ്യന്റെ മൗലികാവകാശത്തിൽപ്പെട്ടാണ്. അപ്പൊ അതിൽ താങ്കൾ എന്തിനെ കൈവെക്കുന്നു എന്നാണ് ചോദ്യം. ഇന്ന് ഗസ ചോദിച്ചുകൊണ്ടിരിക്കുന്ന അതാണ്. ലോകത്തുടനീളം വിശ്വാസത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരൊക്കെ ചോദിക്കുന്ന ചോദ്യം അതാണ്. ഞങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ നാഥനിൽ വിശ്വസിച്ചു എന്നതല്ലാതെ വേറെ വല്ല കുറ്റവും ഞങ്ങൾക്കെതിരെ ആരോപിക്കാൻ നിങ്ങളുടെ കയ്യിലുണ്ടോ? എന്നിട്ട് അവരെന്താ ചെയ്യുന്നറിയോ? അള്ളാഹുവോട് പ്രാർത്ഥിക്കാൻ. ربنا أفرغ علينا صبرا وتوفنا مسلمين. ربنا أفرغ علينا صبرا وتوفنا مسلمين. ربنا, ഞങ്ങളുടെ നാഥ, അഫ്രിഗ് അലൈന, അഫ്റഗ എന്ന് പറഞ്ഞാൽ ചൊരിയുക എന്നാണ് അർത്ഥം. അഫ്രിഗ്, നീ ചൊരിയണമേ, അലൈന, ഞങ്ങൾക്ക് മേൽ, സബ്റൻ, സബ്ർ ചൊരിയണമേ എന്നാണ്. നേരത്തെ നമ്മൾ ഈ പദപ്രയോഗം പഠിച്ചിട്ടുണ്ട്. അഫ്രിഗ് അലൈന സബ്റൻ, ഞങ്ങൾക്ക് മേൽ നീ സബ്ർ ചൊരിയണമേ. വതവഫന, ഞങ്ങളെ നീ മരിപ്പിക്കുകയും ചെയ്യണമേ. മുസ്ലിമീൻ, മുസ്ലിംകളായിട്ട്, അള്ളാഹുവിന് സമർപ്പിതരായിട്ട് ഞങ്ങളെ നീ മരിപ്പിക്കണമേ എന്നും അവർ പ്രാർത്ഥിച്ചു. റബ്ബന അഫ്രിഗ് അലൈന സബ്റ. അഫ്റ എന്ന് പറഞ്ഞാൽ മഴ പെയ്യും പോലെ കോരിച്ചൊറിയുന്നതിനാണ് പറയുന്നത്. അഫ്രിഗ് അലൈന, ഞങ്ങൾക്ക് മേൽ ചൊരിയണമേ എന്ന് പറയുമ്പോൾ അള്ളാഹുവിങ്കിൽ നിന്നുള്ള അനുഗ്രഹമാണ്. സബ്റൻ, സബ്റാണ് ഞങ്ങൾക്ക് മേൽ ചൊരിയേണ്ടത്. കാരണം ഞങ്ങളിപ്പോ അങ്ങനെയുള്ള ഒരു ഗുരുതരമായ സാഹചര്യത്തിനാണ്, ഗുരുതരമായ ഒരു പരീക്ഷണത്തെ അഭിമുഖീകരിക്കാൻ. ഈ പരീക്ഷണത്തെ മറികടക്കുവാനുള്ള കരുത്ത് നൽകണമേ എന്നാണ് പ്രാർത്ഥന. വല്ലാത്തൊരു അർത്ഥവത്തായ പ്രാർത്ഥനയാണ് അല്ലെ? രോഗങ്ങൾ വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ ഈ പ്രയാസങ്ങളൊന്നും നീക്കിത്തരണമേ എന്നാണ് പൊതുവെ നമ്മൾ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കാം, അതിൽ കുഴപ്പമില്ല. അതേ സമയത്ത് ഈ രോഗാവസ്ഥയെ, ഈ പരീക്ഷണത്തെ സബർ കൊണ്ട് നേരിടാൻ വേണ്ടിയുള്ള കരുത്ത് നൽകണമേ. അത് കുറെ കൂടി കരുത്തുള്ള ഒരു പ്രാർത്ഥനയാണ് അല്ലെ? നീ തന്നതാണല്ലോ, അതുകൊണ്ട് ഞാനിത് സ്വീകരിച്ചിരിക്കുന്നു.
നീ ഇതാണ് എനിക്ക് വിധിച്ചതെങ്കിൽ ഞാനത് സ്വീകരിച്ചിരിക്കണം. പക്ഷെ ഇതിനെ മറികടക്കാനുള്ള സ്വബർ തരയണമേ. കാരണം എന്താണ്? ഈ പരീക്ഷണ ഘട്ടത്തിൽ മനുഷ്യൻ പലതും ചിന്തിച്ചു പോകും. എന്താണ്? അള്ളാഹുവെ കുറിച്ച് പോലും ഞങ്ങൾ നിന്നിൽ വിശ്വസിച്ചവരല്ലേ, എന്നിട്ട് എന്താണ് നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞത്? എന്താണ് കൈവിട്ട് കളയുന്നത്? ഗസയെ കുറിച്ചൊക്കെ നമ്മൾ പലതും ആലോചിച്ചു പോകുന്ന സമയമാണ്. അള്ളാഹു എന്താണ് ഇടപെടാത്തത്? പക്ഷേ ആ ഇടപെടലിന് മുസ്ലിം ഉമ്മത്ത് യോഗ്യമാണോ എന്നുള്ള ചോദ്യം അവിടെ ഉണ്ട്, അല്ലേ? കാരണം നമ്മളായിട്ട് ഒന്നും ചെയ്യുന്നില്ലല്ലോ. ആ മർദ്ദിതർക്ക് വേണ്ടിയിട്ട്, പീഡിതർക്ക് വേണ്ടിയിട്ട്, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ കയ്യും കെട്ടി നോക്കി നിൽക്കുമ്പോൾ പ്രാർത്ഥന കൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെടും? രക്ഷപ്പെടാനിടയില്ല. അതേസമയം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയുള്ള ആ വിശ്വാസി സമൂഹത്തിന്റെ മനസ്സിൽ സബർ നിറച്ചു കൊടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് പരീക്ഷണത്തെ അതിജീവിക്കാൻ കഴിയുന്നത്. അപ്പൊ നമ്മുടെ പ്രാർത്ഥനയുടെ ഉത്തരം എന്ന നിലയ്ക്ക് പ്രതിസന്ധികൾ അതിജീവിക്കാനുള്ള കരുത്ത് അള്ളാഹു അവർക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. റബ്ബന അഫ്രിഅ അലൈനാ സബ്റ, അതിനാൽ ഞങ്ങൾക്ക് മേൽ നീ സബർ ചൊരിയണമേ. വതവഫന മുസ്ലിമീൻ, ഞങ്ങളെ നീ മുസ്ലിംകളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണം. അവിടെ മുസ്ലിം എന്ന് പറയുമ്പോൾ കേവലം ഒരു കലിമ ചൊല്ലി മുസ്ലിം ആവുക എന്ന സാങ്കേതിക അർത്ഥത്തിലുള്ള മുസ്ലിം അല്ല, ഒരു പാരമ്പര്യ മുസ്ലിമും അല്ല. പിന്നെ എന്താണ്? അവിടെ ഇസ്ലാം എന്നത് അള്ളാഹുവിനുള്ള സമർപ്പണമാണ്. എന്ത് പ്രതിസന്ധി വന്നാൽ നിന്റെ മാർഗത്തിൽ ഞങ്ങൾ ജീവനും ജീവിതവും സകലതും സമർപ്പിക്കുകയാണ്. ഈ നിലയിലുള്ള മാനസികാവസ്ഥയാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, അല്ലെ? ആ നിലയ്ക്ക് ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെയായിരുന്നു വിശ്വാസം പ്രാപിച്ച ആ ജാലവിദ്യക്കാരുടെ പ്രതികരണം. വലിയ പാഠങ്ങളുള്ള പാഠഭാഗമാണ് ഇത് എന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ ഉണ്ടല്ലോ നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ ഇതുപോലെയുള്ള വൈദ്യുതി പ്രവാഹങ്ങൾ ഉണ്ടാവാറുണ്ട്, അല്ലെ? ചിലപ്പോൾ ക്ലാസ് കേൾക്കുമ്പോൾ, പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ, ചില അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, പഠിച്ചവനെ ഇതാണല്ലോ സത്യം, അതുകൊണ്ട് ഞാനും ഈ മാർഗത്തിൽ എന്നെ സമർപ്പിക്കണമല്ലോ എന്ന ചിന്ത ഉണ്ടാവാറില്ലേ? അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ പിന്നെ എന്താവും? ഓ, അതിനിപ്പോ ഞാൻ മാത്രം വിചാരിച്ചിട്ട് എന്താ? അതുകൊണ്ട് നാട്ടിൽ മാറ്റം ഉണ്ടാകുമോ? ലോകം മാറുമോ? എല്ലാരും ഇങ്ങനെയല്ലേ ജീവിക്കുന്നത്, പിന്നെ ഞാൻ മാത്രം എന്തിനു മാറണം? അല്ലെങ്കിലും ഞാനിപ്പോ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞാൽ, കുടുംബത്തോട് പറഞ്ഞാൽ, മക്കളോട് പറഞ്ഞാൽ അവർക്ക് ഇത് അംഗീകരിക്കും. ഇങ്ങനെയൊക്കെയുള്ള മറ്റൊരു ചിന്ത ഉടൻ നമ്മുടെ മനസ്സിലേക്ക് വരും. അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതോടുകൂടി ആ നിലപാടിൽ നിന്ന് പിന്മാറും. അതാണ് സംഭവിക്കുന്നത്. പലതരത്തിലുള്ള പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നാട്ടുകാരെന്ന് വിചാരിക്കും, കുടുംബക്കാരെന്ന് വിചാരിക്കും, ഞാൻ മരിച്ചാല് എൻ്റെ ഖബറ് മഹല്ലില് എൻ്റെ വാപ്പാന്റെ ഉമ്മാന്റെയും ഖബറിന്റെ അടുത്ത് മറവ് ചെയ്യില്ല എന്നൊക്കെ അവര് പറഞ്ഞാല് പിന്നെ എനിക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും, അല്ലെ? ഇങ്ങനെയൊക്കെ ചില തടസ്സങ്ങൾ നമ്മുടെയൊക്കെ മുമ്പിൽ ഉണ്ടാവും. എന്നെ ആളുകൾ മാറ്റി നിർത്തിയാലോ, ചോദ്യം ചെയ്താലോ, കുറ്റവാളിയാക്കിയാലോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് നിലപാടുകൾ എടുക്കുന്നിടത്ത് നമ്മൾ മെല്ലെ പുറകോട്ട് പോകും. ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിലേക്ക് പോകാം. പക്ഷേ ഈ സാഹിറുകള് അവരിപ്പോ തോറ്റു എന്നിരിക്കട്ടെ, എന്നാൽ തന്നെയും അവർക്ക് പാരിതോഷികങ്ങൾ കിട്ടിയത്. പക്ഷേ അതൊന്നും ഇല്ലാത്ത ഒരു സമൂഹം പെട്ടെന്ന് വിശ്വാസം പ്രഖ്യാപിച്ച് അതിൽ മാക്സിമം മുന്നോട്ട് പോവാണ്. ഈ സംഘത്തെ അങ്ങനെ ഫിർഔനും കൂട്ടരും കൊന്നു കളഞ്ഞു എന്ന് തന്നെയാണ് ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ നിലയ്ക്ക് ആണ് ഫിർഔൻ എന്ന ഏകാധിപതിയുടെ പ്രവർത്തികൾ ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. സൂറത്ത് ത്വാഹയിൽ അവരുടെ പ്രഖ്യാപനമുണ്ട്, ഫഖ്ദി മാ അൻത ഖാദ്, നീ വിധിച്ചോളൂ, നിനക്ക് തോന്നുന്നു എന്തും വിധിച്ചോളൂ, പക്ഷെ നീ അല്ലല്ലോ യഥാർത്ഥ വിധികർത്താവ്. ഇന്നമാ തഖ്ദി ഹാദിഹിൽ ഹയാത്ത് ദുനിയ, നിന്റെ വിധി ഈ ദുനിയാവിൽ മാത്രമാണ്. യഥാർത്ഥ വിധികർത്താവ് അല്ലാഹുവാണ്, നമുക്ക് അവിടെ വെച്ച് കണ്ടുമുട്ടാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധീരമായിട്ട് അവർ പ്രഖ്യാപനം നടത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കി. അതിനാൽ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഉറച്ച നിലപാടെടുത്ത് മുന്നോട്ട് പോകാനുള്ള
കരുത്ത് നേടണം എന്നാണ് ഈ സംഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചരിത്ര പശ്ചാത്തലങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാൻ പ്രതിസന്ധികൾ നിറഞ്ഞ നമ്മുടെ ജീവിത സാഹചര്യത്തില് ധീരമായ നിലപാടുകൾ എടുക്കുവാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ സതുദ്ദേശങ്ങളും സഫലീകരിക്കാനാണ്. എല്ലാ പ്രതിസന്ധികളെയും ഈമാൻ കൊണ്ട് സബർ കൊണ്ട് തരണം ചെയ്യാനുള്ള കരുത്ത് നൽകണേ റബ്ബേ. ഞങ്ങളിൽ രോഗികളായ സഹോദരങ്ങൾക്ക് ശിഫ നൽകണേ നാഥ. മാനസിക പ്രയാസങ്ങളുള്ളവർക്ക് ആശ്വാസം നൽകണേ റബ്ബേ. സാമ്പത്തിക ഞെരുക്കങ്ങളുള്ളവർക്ക് സ്വയം ബർക്കത്ത് ചെയ്യണേ നാഥ. കടബാധ്യതകളിൽ നിന്ന് ഞങ്ങളെ നീ കരകയറ്റണേ റബ്ബേ. ഞങ്ങളിൽ മൺമറഞ്ഞു പോയ ഉമ്മമാര്, വാപ്പമാര്, സഹോദരി സഹോദരങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണേ റബ്ബേ. അവരുടെ ഖബറിടങ്ങൾ സ്വർഗ്ഗത്ത് ഉറപ്പാക്കണേ നാഥ. നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസില് ഞങ്ങളെയും അവരെയും ഒരുമിച്ച് ചേർക്കണേ റബ്ബേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله.